നമസ്കാരം മാഡം. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട മാഡം. അതെന്താ? മാഡം ഈ വഴി വരുന്നറിഞ്ഞ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവര് മാഡത്തെ കാത്തിരിക്കുകയാണ് അവിടെ. എന്തിനാ അവർ സമരം ചെയ്യുന്നത്? വെള്ളത്തിന്റെ പ്രശ്നമാണ് മാഡം. എന്താ വാട്ടർ ടാങ്ക് ഇല്ലേ? കുടിവെള്ളം സപ്ലൈ ചെയ്യാറില്ലേ? ഒന്നിന് പോരാൻ 2 ടാങ്കുണ്ട് മാഡം. ഗ്രൗണ്ട് വാട്ടർ ലോ ആയപ്പോ ഉപ്പുവെള്ളമാണ് വരുന്നത്. ശരി, നിങ്ങൾ വണ്ടിയിൽ പോയിരിക്കും. ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് പോകാം. മാഡം 10 മണിക്കാണ് ഫംഗ്ഷൻ. അത് ക്യാൻസൽ ചെയ്യൂ. അധികാര സ്ഥാനത്തുള്ളവർ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയാലേ അറിയാൻ പറ്റും. വരും. സമരം ചെയ്യും, സമരം ചെയ്യും, വെള്ളം കിട്ടും വരെ സമരം ചെയ്യും. വെള്ളം തായോ, വെള്ളം തായോ, പാവങ്ങൾക്ക് കുടിനീർ തായോ. ഒരു വലിയ ഉദ്യോഗസ്ഥ വരുമ്പോ എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? എല്ലാ അധികാരികൾക്കും ഞങ്ങൾ ബഹുമാനം കൊടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവരാരും കേൾക്കുന്ന പോലുമില്ല. വേണ്ട മാഡം, നല്ല വെയിലാണ് മാഡം. അവരും വെയിലിൽ തന്നെയല്ലേ നിൽക്കുന്നത്. പൊയ്ക്കോളൂ. ആദ്യം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങളുടെ ന്യായമായ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് ശല്യമായി തീരരുത്. അങ്ങോട്ട് നോക്കൂ, എത്ര വണ്ടികളാണ് കിടക്കുന്നത്. അതിൽ സ്കൂളിൽ പോകാനുള്ളവർ, ജോലിക്ക് പോകാനുള്ളവർ, എന്തിന് ഹോസ്പിറ്റലിൽ പോകാനുള്ളവർ പോലും ഉണ്ടാവും. ദയവ് ഇത് പിരിഞ്ഞു പോകണം. അതൊന്നും നടക്കില്ല. ഞങ്ങൾ വെള്ളം കിട്ടാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. നിങ്ങളുടെ പോലീസിനെ കൊണ്ട് അടിച്ചാലും പോകില്ല. സമരം ചെയ്യും, സമരം ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ തീർത്തില്ലെങ്കിൽ നിങ്ങൾ സമരം ചെയ്യൂ. ഞാൻ നിങ്ങളോടല്ല സംസാരിക്കുന്നത്. അങ്ങോട്ട് നോക്ക്, സ്കൂൾ കുട്ടികളുടെ വണ്ടിയാ കിടക്കുന്നത്. ദയവ് ഏത് ഇങ്ങോട്ടൊന്ന് മാറും. ആ കുട്ടികൾ മാത്രം സ്കൂളിൽ പോയാൽ മതിയോ മാഡം? എനിക്കും അവരെ പോലെ സ്കൂളിൽ പോകണം മാഡം. ഇവിടെ വെള്ളം കിട്ടിയില്ലെങ്കിൽ എനിക്ക് മാത്രമല്ല, ഈ നാട്ടിലുള്ള ഒരു കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ പറ്റില്ല മാഡം. ഇക്കാലത്ത് വെള്ളത്തിന്റെ പ്രശ്നം സാധാരണ പ്രശ്നമല്ല. സത്യം പറഞ്ഞാൽ ഇത് അധികാരികളുടെ അവഗണന തന്നെയാ. അതിന് ശാശ്വതമായ പരിഹാരം എളുപ്പമല്ല. എന്നാൽ താൽക്കാലികമായി എനിക്ക് ഈ പ്രശ്നം പരിഹരിച്ചു തരാൻ കഴിയും. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഞങ്ങൾ? കാരണം ഈ ഭൂമിയിൽ ഒരിടത്തും വെള്ളമില്ലെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. വെള്ളം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം അത് വിൽക്കുന്ന കടയാ. അവർക്ക് മാത്രം വെള്ളം എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് രഹസ്യമാണ്. ഇവിടെയുള്ള മരങ്ങളിലെ പച്ചയില ഞെരടിയ ഉണക്കയില ഞെരടുന്ന പോലെയാ, പൊടിഞ്ഞു പോവും. അത്രമാത്രം കാറ്റിലെ ഈർപ്പം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോ ഞങ്ങളെല്ലാം കരയെ പിടിച്ചിട്ട മീൻ പോലെയാ. ഒരു മീൻ തുള്ളിച്ചാടുന്ന കാണുമ്പോ അത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക എന്ന് മറ്റുള്ളവർ കരുതും. പക്ഷേ ഇത് അവസാനത്തെ തുള്ളലാന്ന് മറ്റുള്ളവർക്ക് അറിയത്തേയില്ല. ഒരു കാലത്ത് ജനങ്ങൾ വസൂരിയും കോളറയൊക്കെ പിടിവിട്ട് ചത്തതുപോലെ ഇപ്പൊ ദാഹിച്ച് തൊണ്ട പൊട്ടി ചത്തോണ്ടിരിക്കുക. മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സയുണ്ട്. പക്ഷേ ദാഹിച്ച് വലഞ്ഞു മരിക്കുന്നതിന് ഈ ലോകത്ത് എവിടെയാ മരുന്നുള്ളത്? വെള്ളമാ മരുന്ന്. ആ മരുന്ന് ഈ ഭൂമി തീർന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. മോളെ, ഞാൻ എൻ്റെ സ്വന്തം മോളോട് പറയുന്ന പോലെ പറയുക. കളക്ടറായിട്ടല്ല, സ്വന്തം അച്ഛൻ പറയുന്നത് പോലെ കേട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു തരണം. നിങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം കിട്ടുന്നത് വരെ ഞാൻ വെള്ളം കുടിക്കില്ല. എനിക്ക് കുറച്ച് സമയം തരണം പ്ലീസ്.